കെ.പി.സി.സി പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റുമാർ തുടങ്ങിയ സ്ഥാനങ്ങളിലേക്ക് പുതിയ ആളുകളെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് യു.ഡി.എഫ്. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള മുതിർന്ന ഭാരവാഹികളിൽ പലരും മന്ത്രിമാരും MLA-മാരും ആയതോടെയാണ് പുതിയ നേതൃനിരയെ സംഘടനാ ചുമതലയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ഊർജിതമാക്കിയത്. ഈ മാസാവസാനത്തോടെ പുതിയ ഭാരവാഹികളെ നിയോഗിക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര നേതൃത്വം. ഇതിപ്പോ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത് മുതൽ തുടങ്ങിയതാണ് കോൺഗ്രസിലെ കൺഫ്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു തരത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിൽ നേതാക്കൾ എല്ലാവരും അധികാരത്തിന് വേണ്ടി അടിപിടി കൂടുന്നവരാണെന്ന് പരക്കെ ഒരു പറച്ചിലുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ കാണുമ്പോൾ അതിൽ സത്യമുണ്ടെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. സർക്കാർ പാർട്ടി ഏകോപനത്തിനും നിലവിൽ ഫലപ്രദമായ സംവിധാനമില്ല. കഴിഞ്ഞ പ്രാവശ്യം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ട ആന്റോ ആന്റണി, കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ, ജോസഫ് വാഴക്കൻ, KC ജോസഫ്, MM ഹസൻ, MK രാഘവൻ എന്നിവരുടെ പേരുകൾ ഇക്കുറിയും ഉയരുന്നുണ്ട്. താനും അർഹനാണെന്ന് പറഞ്ഞ് രാജ്മോഹൻ ഉണ്ണിത്താനും രംഗത്തെത്തി. പ്രസിഡന്റ് പട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നവർ വർക്കിംഗ് പ്രസിഡന്റ് ആകാൻ കഴിയും. സാമൂഹിക സാമുദായിക സന്തുലനവും പരിഗണിക്കപ്പെടും. VS ശിവകുമാർ, മാത്യു കുഴൽനാടൻ എന്നിവരുടെ നേതൃത്വത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും. ആരോഗ്യ കാരണം മുൻനിർത്തി അടൂർ പ്രകാശ് UDF മത്സരത്തിൽ നിന്നും മാറുമെന്ന് സൂചനയുമുണ്ട്. പ്രസിഡന്റായി പരിഗണിക്കപ്പെട്ട ആരെങ്കിലുമാകും പകരം നിയമിക്കപ്പെടുക. കഴിഞ്ഞ ദിവസം വരെ സംസ്ഥാനത്തുണ്ടായിരുന്ന ദീപാദാസ് മുൻഷി പുതിയ ഭാരവാഹികളെ സംബന്ധിച്ച് മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തി ഡൽഹിക്ക് മടങ്ങി. മുഖ്യമന്ത്രി VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ താൽപര്യങ്ങളും പ്രസിഡന്റ് നിയമനത്തിൽ നിർണായകമാകും. DCC പുനഃസംഘടനയ്ക്ക് എല്ലാ ജില്ലകളിലേക്കും ഹൈക്കമാൻഡ് നിയോഗിക്കുന്ന ഒരു നിരീക്ഷകനെത്തി ചർച്ച നടത്തി 3 മുതൽ 5 വരെ പേരുകൾ ഉൾപ്പെടുന്ന പാനൽ നൽകും. ഇതിൽ നിന്നാകും പ്രസിഡന്റിനെ നിയമിക്കുക. നിരീക്ഷകരെ നിയോഗിച്ചിട്ടില്ലാത്തതിനാൽ ഇതുവരെ പുനഃസംഘടനയ്ക്ക് 2 മാസമെങ്കിലും എടുക്കും. മാത്രമല്ല, വൈദ്യുതി മന്ത്രിയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിവെക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 2 ഉത്തരവാദിത്തങ്ങളും ഒരേ സമയം കൈകാര്യം ചെയ്യുന്നത് വെല്ലുവിളി നിറഞ്ഞതായി മാറിയിരിക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇരിട്ടിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ മന്ത്രിയുടെയും KPCC പ്രസിഡന്റിന്റെയും ചുമതലകൾ നിർവഹിക്കുന്നതിലെ ബുദ്ധിമുട്ട് പാർട്ടി ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ടെന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത്. നേതൃമാറ്റത്തിന് ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ ഉടൻ തന്നെ ഞാൻ സ്ഥാനമൊഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. KPCCയിൽ മുഴുവൻ സമയവും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഒരു പ്രസിഡന്റിനെ ആവശ്യമുന്നയിച്ച് കോഴിക്കോട് ഒരു ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ട വാർത്തയോടെ പ്രതികരിച്ച സണ്ണി, ബോർഡ് ആരാണ് സ്ഥാപിച്ചതെന്ന് ആർക്കും അറിയില്ലെന്നും അതിന്റെ പിന്നിലെ ഉദ്ദേശം പോസിറ്റീവാണോ നെഗറ്റീവോ ആകാമെന്നും പറഞ്ഞു. അതേസമയം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മുതിർന്ന കോൺഗ്രസ് നേതാവും കാസർഗോഡ് MP-യുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിൽ തന്റെ 10 ആണ്ടുകളുടെ രാഷ്ട്രീയ പരിചയം പരിഗണിക്കണമെന്നും ജാതി അടിസ്ഥാനമാക്കിയുള്ള പരിഗണനകൾ ഉപേക്ഷിക്കണമെന്നും അദ്ദേഹം പാർട്ടി ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടു. AICC പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരുൾപ്പെടെ പാർട്ടി ഉന്നതരെ തന്റെ അഭിലാഷങ്ങൾ അറിയിച്ചതായും ഉണ്ണിത്താൻ പറഞ്ഞു. 1978 മുതലുള്ള തന്റെ രാഷ്ട്രീയ യാത്രയെ അദ്ദേഹം എടുത്തുകാട്ടി. ജാതി സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ KPCC പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം വാദിച്ചു. K കരുണാകരന്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പിന്റെ ഔദ്യോഗിക വക്താവായി താൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടെന്നും പാർട്ടിക്കുള്ളിലെ വിഭാഗീയ രാഷ്ട്രീയത്തിന്റെ സ്വഭാവവും പ്രവർത്തനവും തനിക്ക് നന്നായി മനസ്സിലായെന്നും തന്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഉണ്ണിത്താൻ പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തുന്നതിന് അമിതമായി ഗ്രൂപ്പ് മത്സരങ്ങളെ അദ്ദേഹം കുറ്റപ്പെടുത്തി. പാരമ്പര്യം, രാഷ്ട്രീയ പാരമ്പര്യം, പ്രകടനം, കഴിവ്, യോഗ്യത എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവരെ വിലയിരുത്തേണ്ടതെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. അത്തരം മാനദണ്ഡങ്ങൾ പ്രയോഗിച്ചാൽ പരിഗണനയിൽ നിന്നും ആർക്കും തന്നെ ഒഴിവാക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ഒരു വിഭാഗത്തിന്റെയും പിന്തുണ താൻ തേടിയിട്ടില്ലെന്നും ഒരു ഗ്രൂപ്പുമായും സഖ്യത്തിൽ ഏർപ്പെടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വിളിച്ചിരുന്ന പൊതുപ്രഭാഷകരിൽ ഒരാളായിരുന്നു താനെന്ന് അവകാശപ്പെട്ട ഉണ്ണിത്താൻ, CM സ്റ്റീഫന് ശേഷം 2ാം സ്ഥാനത്തുള്ള വ്യക്തിയാണ് താനെന്ന് അവകാശപ്പെട്ടു. 5 or 6 തവണ താൻ യോഗങ്ങളിൽ പ്രസംഗിക്കാത്ത ഒരു പഞ്ചായത്തും സംസ്ഥാനത്ത് ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. KPCC പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാകണമെന്നും അദ്ദേഹം വാദിച്ചു. ജാതി പരിഗണന മാത്രം അടിസ്ഥാനമാക്കി നടത്തുന്ന ഏതൊരു നിയമനത്തെയും താൻ ശക്തമായി എതിർക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. അനർഹരായ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു വേദിയായി ഈ പദവി ചുരുക്കരുതെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. അതേസമയം മന്ത്രിമാരുടെ ചുമതലകളും KPCC പ്രസിഡന്റ് സ്ഥാനവും ഒരേ സമയം കൈകാര്യം ചെയ്യുന്നതിലെ ബുദ്ധിമുട്ട് പാർട്ടി ദേശീയ ഭാരവാഹികളെ അറിയിച്ചിട്ടുണ്ടെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞിരുന്നു. പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടാൽ രാജിവെക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.